പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഓട്ടോസഭയിലെ ഒരു പുരോഹിതൻ എൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ടാണ്. അതായത് കള്ളത്തരം പറയാനും കള്ളത്തരം കൊള്ളരാതി പറയാനുമായിട്ട് ഈ ഓട്ടോസഭയെ പോലെ അതെന്ന് പറഞ്ഞാൽ പുരോഹിത വർഗത്തെ പോലെ വേറെ ആരുമില്ല. അത് പറയുന്നതിന് മുമ്പായിട്ട് ബെന്തിക്കോസ്ത് സഭയിലാണെങ്കിൽ എതിർ ന്യായീകരണ തൊഴിലാളികളുണ്ട്. എന്നാൽ പുരോഹിതന്മാരുള്ള സഭകളിൽ, അതായത് കത്തോലിക്ക സഭയിൽ ഡാനിയൽ പൂർണ്ണത്തിൽ എന്ന് പറഞ്ഞൊരു പുരോഹിതനുണ്ട്. നല്ല പഠിപ്പുള്ള പുരോഹിതനാണ്. അദ്ദേഹം ന്യായീകരണ തൊഴിലാളിയാണ് കത്തോലിക്ക സഭയിലെ. അദ്ദേഹമാണ് പാസ്റ്റർ സുജിത്ത് കൂടുതൽ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന ഒരു കള്ളനെ. അതായത് അവനാണ് കിഴക്കൻ മലയിൽ പോയി വലിയ ആഡംബര ഇത് പണിതേച്ച് അത് ചോദ്യം ചെയ്യാതിരിക്കാനായിട്ട് ഒരു കുരിശുമൊക്കെ സ്ഥാപിച്ചത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാൽ പോട്ടെ, ഡാനിയൽ പൂർണ്ണത്തിൽ ന്യായീകരിക്കുന്നു പറഞ്ഞത്, അതായത് ഷെഫിയും ഫാദർ കോട്ടൂരും കൂട്ടുകാരനും കൂടെ സമൂഹബലി അർപ്പിച്ചത് കണ്ടതുകൊണ്ട് നമ്മുടെ അഭയം മരിക്കേണ്ടി വന്നു. അത് കൊലയായിരുന്നെന്ന് ആരും പറയുന്നില്ല. ഒടുവിൽ ഒരു മനുഷ്യൻ അതിൻ്റെ പുറകെ നടന്ന് അന്വേഷിച്ചാൽ ചെയ്തപ്പം അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു. എന്നിട്ടും ഈ ഡാനിയൽ പൂർണ്ണത്തിൽ അവരെ ന്യായീകരിക്കുകയാണ്. അവരങ്ങനൊരു കാര്യം ചെയ്യത്തില്ല. കാരണം പുള്ളി അവിടെ കൂടിയിരിക്കുകയായിരുന്നു. പോട്ടെ, ബാക്കി പറയുന്നില്ല. അപ്പോഴേ ഓട്ടോസഭയിലെ ഒരു പുരോഹിതൻ, അദ്ദേഹം ഒരു ന്യായീകരണ തൊഴിലാളിയാണ്. എനിക്കറിയത്തില്ല, ഇവരൊക്കെ പറയുന്ന ഞാനാണ് വലുത്, എൻ്റെ സഭയാണ് വലുത്. നിങ്ങളുടെ ജോലി എന്തുവാ? സഭയെ പുകഴ്ത്തി കാണിക്കുകയാണോ? നിങ്ങളുടെ വേല ദൈവത്തിലേക്ക് വിശ്വാസികളെ അടുപ്പിക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ സഭ സ്ഥാപിച്ചത് മർത്തമസ്ലിയാണോ? 1950 വർഷത്തിന് മുമ്പ് മർത്തമസി വന്നപ്പോൾ അവർക്ക് ഓട്ടോസഭ സ്ഥാപിച്ച് സിംഹാസനവും കൊടുത്തേച്ചാൽ പോയത്. എന്നിട്ട് പറയുക, മാമോദീസയാൽ മലങ്കര സഭയെ ജനിപ്പിക്കുകയും പട്ടത്ത് നൽവരം തന്ന പൗരോഹിത്യ പദവിയിലേക്ക് ഈ സഭയെ ഉയർത്തുകയും ചെയ്തത് മർത്തോമാശ്രീയാകുന്നു. എന്നാൽ അത് പറഞ്ഞിട്ട് പറയാം, മർത്തോമാശ്രീയുടെ തിരുശേഷിപ്പ് കോട്ടയം ദേവലോകം കൊണ്ടുവന്നത് മലങ്കര പരിശുദ്ധ ഔഗേൻ ബാവയാണ്. അത് ആര് കൊണ്ടുവന്നിട്ടാണ്? അത് പ്രശ്നമല്ല. തനിക്ക് പറയാമോ, 1950 വർഷത്തിന് മുമ്പ് തോമാശ്രീയ വന്ന ഇവിടെ നിന്റെ അപ്പനെയാണോ പൗരോഹിത്യം കൊടുത്തത്? ആർക്കാ പൗരോഹിത്യം കൊടുത്തത്? പറഞ്ഞ് നീ ഇത്രയും ചരിത്രം പറഞ്ഞല്ലോ. ആർക്കാണ് പൗരോഹിത്യം കൊടുത്തത്? ആരെയാണ് ബാബായിട്ടോ കൊടുത്തത്? നീയൊക്കെ കള്ളത്തരം പറഞ്ഞ് ജീവിക്കുക. നിങ്ങളുടെ ജോലി ന്യായീകരണം, നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കഷ്ടമായിട്ട് നിങ്ങൾ ന്യായീകരണ തൊഴിലാളികൾ നിങ്ങൾ കള്ളവും കാപട്ടും പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കുക. ഇത് കേട്ടിട്ട് ഈ വിശ്വാസികൾ എല്ലാം ശരി, നമ്മുടെ സഭയാണ് ഏറ്റവും സഭ ഉന്നതമായിട്ട് എന്താ കാര്യം? നീയൊക്കെ ആരെയാണ് വിശ്വസിക്കുന്നത്? ഈ കള്ളന്മാർ പറയുന്നതാണോ വിശ്വസിക്കുന്നത്? മർത്തമാശ്രീയ വന്നതിന് ചരിത്രം ഇവനൊന്നെടുത്ത് വായിക്കട്ടെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരോഹിതൻ ഈ ഓർത്തോസഭയിലെ മെത്രാന്മാരുടെ എല്ലാം കയ്യിലൊരു ബുക്കുണ്ട്, പുസ്തകമുണ്ട്, ഒരു ഇത് ചരിത്രം, അതൊന്നെടുത്ത് വായിക്കട്ടെ. എന്നാ ഓർത്തോസഭ ഉണ്ടായതെന്ന്. ഓർത്തോസഭയുടെ കൂടെ തന്നെ മർത്തോമാ സഭയും യഹോവ സാക്ഷികളുടെ സഭയും ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നു മർത്തോമാശ്രീയ നിങ്ങൾക്ക് സിംഹാസനം തന്നേച്ചു പോയി. നിനക്കൊക്കെ സത്യം പറയാമോ? ചരിത്രം എടുത്ത് പറയാമോ? തോമാശ്രീയ വന്നിട്ട് എങ്ങുമില്ലാത്ത ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. എന്നിട്ട് പറയാം, അന്ന്
ഇന്ന മെത്രാനുണ്ട്, ഇന്നത്തെ തിരുമേനിയുണ്ട്, തിരുമേനുണ്ടായിരുന്നു. അവരെയൊക്കെ കടത്തി വിട്ടേച്ച് ഔഗൻ ബാവ പരിശുദ്ധ ബാവയാക്കിയെന്ന്, ഔഗൻ ബാവയെ ആക്കിയെന്ന്. എന്തിനാണ് നീയൊക്കെ കള്ളം പറഞ്ഞ് ജീവിക്കുന്നത്? ഇതാണോ നിനക്ക് നിങ്ങൾ കർത്താവിൻ്റെ ആടുകളെ മേയ്ക്കുന്ന, കുഞ്ഞാടുകളെ മേയ്ക്കുന്ന ശിഷ്യന്മാരെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ഇതാണോ? നിന്റെ സഭയിൽ എല്ലാവരും വിശേഷപ്പെട്ട പുരോഹിതന്മാരും മെത്രാന്മാരുമാണ്. പറഞ്ഞു തരാം. ചുണ കണ്ട് ഈ പറഞ്ഞ പുരോഹിതൻ എൻ്റെ ഇത് കണ്ടിട്ട് എനിക്ക് മറുപടി തരണം, അല്ലെ കാതോലിക്കാതെ തരണം. പരിശുദ്ധ സഭയാന്ന്. കള്ളന് കൊലപാതകി തലപ്പത്തിരിക്കുന്നു. അവൻ്റെ കൂട്ടാളി യൂലിയോസ് ഇപ്പൊ എല്ലാ മാനങ്ങളും ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇതിനൊക്കെ ആരാ? എന്തുവാ നീയൊക്കെ എന്തുവാ ചെയ്യുന്നേ? കാതോലിക്ക എന്തുവാ യൂലിയോസിനെ എല്ലാം ഏൽപ്പിച്ചേക്കുന്നേ? കാരണം തന്നും കൂടെ ആ ഒരു കൊലപാതകം ചെയ്യിച്ചത്. അത് സീക്രട്ട് പുറത്തു പോകരുത്. പിന്നെ കിട്ടുന്ന കാശ് വെളിയിലേക്കും പോകരുത്. ഇവിടെ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ വരണം. ഞാൻ പറയാം, ബാവ കള്ളൻ, ബാവ ദ്രവ്യാഗ്രഹ മോഹിയായി ബാവ, അവൻ USA വരെ പോയിരിക്കുന്നു കാതോലിക്ക ദിനപ്പിരിവ് കളക്ട് ചെയ്യാനായിട്ട്. ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെങ്കിൽ എന്നാലും നാണമില്ലാത്ത ജാതി ഇത്രയും ഓർത്തസഭയിലെ കള്ളപ്പുരോഹിത വർഗം. എല്ലാവരും അല്ല, എന്നാൽ 99% കള്ളന്മാരും കൊലപാതകികളും കൊള്ളതാത്തവരും അനീതി പ്രവർത്തിക്കുന്നവരും വിശ്വാസികളെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്നതുമാണ്. ഞാനത് ചോദിച്ചുകൊണ്ടാണ് ഒരു പുരോഹിതൻ എന്നോട് ചാടിയത്. ഞാൻ ചോദിക്കാം, എന്തോ ആ കുരിശ് കുമ്പിടിയിൽ ദുഃഖവെള്ളിയാഴ്ചത്തേത്? ആ കുരിശ് തന്നെയാണ് പുരോഹിതൻ അന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ശുശ്രൂഷയുടെ ഒടുവിൽ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് കയ്യിലെടുത്തുകൊണ്ട് പള്ളിക്കകത്ത് പ്രദക്ഷിണം വെക്കുന്നത്. അന്നേരം പാടുന്ന പാട്ടെന്തുവാ? അതെന്തുമായിട്ടാണ് ആ കുരിശ് പൊതിഞ്ഞു വച്ചേക്കുന്നത്? ആ കുരിശ് തന്നെ താഴെ വച്ചിട്ട് കുരിശ് കുമ്പിടിയിൽ വിഗ്രഹാരാധന. അല്ലെങ്കിൽ കുണം പിടിക്കാത്ത നിങ്ങൾ പറയും, അല്ലെ ഓർത്തോ സഭയിലെ വിശ്വാസികൾ ആരെങ്കിലും പറയും. നീയൊന്നും എൻ്റെ മുന്നേ പറയത്തില്ല. വിഗ്രഹാരാധന എന്താണെന്ന് ഞാൻ ഇനിയും പറഞ്ഞില്ല. ഓർത്തോ സഭയിലെ നാണമില്ലാത്ത ജാതികളെ എന്തിന് ഞാൻ പറഞ്ഞില്ല. വിശ്വാസികൾ അതിനേക്കാൾ രോഗി ചിറ്റതും വൈദ്യം വിധിച്ചതും പാലെന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസികൾ. ഇന്ന് കേരളത്തിലെ ഓർത്തസഭയിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു അപ്പനും അമ്മയും മാത്രമേ കാണുള്ളൂ. വീട്ടിലെ മക്കളെല്ലാം അവിടെ ഇവിടെയും വെളിയിലാണ്, സുഖമായിരിക്കുക. ഒരു നേരം ആഹാരം ഉണ്ടാക്കേണ്ട ഭാര്യയ്ക്ക്, രണ്ടുപേരും കൂടെ പള്ളിയിൽ പോയിരിക്കും. അവിടെ 3 നേരത്തെ ആഹാരം കിട്ടിയാൽ അത് മതി. പ്ലേറ്റ് കരുതണ്ട, ഒന്നും ചെയ്യണ്ട. ഇതാണ് ഇന്ന് ഓർത്തസഭയിൽ നടക്കുന്നത്. ഇനിയിപ്പം ബാർ മാത്രമേ തുറക്കാതിരിക്കാനുള്ളൂ. ബദേർ അരമനയിൽ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ഒന്നാന്തരം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുന്നു. എന്തിനു വേണ്ടി? ഇത് സൗജന്യമായിട്ടാണോ? അല്ല, ലാഭം ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാനായിട്ട് ഈ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്നവരാണ് ചുരുക്കം ചില അൽമായരായ വിശ്വാസികൾ. ചിലർ മുന്നോട്ട് വന്ന് ഈ പുരോഹിത വർഗത്തിനെ താങ്ങുമെങ്കിലും മറ്റുള്ളവർ അങ്ങ് മുത്തി നടക്കുകയും നീയൊക്കെ ഒരു ദിവസം മനസ്സിലാക്കും. ഈ പുരോഹിത വർഗത്തിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, യേശുവിനെ ക്രൂശിക്കാനായിട്ട് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ജനങ്ങളെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു. അവർ മാറി നിന്നുള്ളൂ, അവർ വിളിച്ചു പറഞ്ഞില്ല. ആർക്കാ ശാപം കിട്ടിയത്? യഹൂദന്. ഇത്രയും നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കൂ. ഒരു ദിവസം ഇന്നല്ല നാളെ നിങ്ങൾ
ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ, ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളെ, ഓർത്തഡോക്സ് സഭയിലെ അല്ല, ഒരു സഭയിലെ വിശ്വാസികൾ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്. ബന്ധുക്കോസ് സഭയിലാണ് പാസ്റ്റർമാരുടെ പാഠത്തിലാണ് വിശ്വസിക്കുന്നത്, അവരെയാണ് വിശ്വസിക്കുന്നത്. കാരണം അവരിൽ നിന്ന് അവരെ കല്യാണം നടത്തി കൊടുക്കും, അല്ലെങ്കിൽ വേറെ ഉപകാരം ചെയ്യും. മറ്റ് സഭകൾ പുരോഹിതന്മാരെയാണ് വിശ്വസിക്കുന്നത്. അവർ പറയുന്ന വേദവാക്യമാണ് എന്തോ അവർ പറയുന്നത്. അവരേതെങ്കിലും പറയുന്നു. ജോയിച്ച് എന്ന് പറഞ്ഞൊരു കൊടരാസവൻ അടൂരുണ്ട്. അവൻ ആ സഭയിലെ ഏറ്റവും വലിയ പ്രാസംഗികൻ. അവൻ പോലും എൻ്റെ ടെലിഫോൺ എടുത്തിട്ട് പിന്നെ വിളിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞൊക്കെ പിന്നെ എടുത്തില്ല. കള്ളന്മാരെ ഇതൊക്കെ നിന്നോടൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ വിശ്വാസികളെ. ഒരിക്കലേ ജീവിതമുള്ളൂ. ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ നീയൊക്കെ പുരോഹിതവർഗത്തിൻ്റെ വാക്ക് കേട്ട് പോയാൽ നിങ്ങൾക്കറിയാമല്ലോ ഓരോ ഇടവകയിലും നടക്കുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളെ കണ്ടാലും കണ്ടില്ലെന്ന് അടിച്ചു നടക്കുകയും നിങ്ങൾക്കൊരിക്കലും അത് മനസ്സിലാവുക എന്താണെന്നുള്ളത്.